ഒരു കഥ പറഞ്ഞു തുടങ്ങാം. 3 കട്ടക്കൂട്ടുകാരിൽ ഒരാൾക്ക് യൂറോപ്പിലും മറ്റൊരാൾക്ക് അമേരിക്കയിലും ജോലി ഉറപ്പാകുന്നു. തൊഴിൽ കിട്ടാത്ത മൂന്നാമന് യൂറോപ്പിൽ ജോലി കിട്ടിയ കൂട്ടുകാരൻ ഒരു ഓഫർ വെക്കുന്നു. ഞാൻ അവിടെ ഒന്ന് സെറ്റായിക്കോട്ടെ, നിനക്കൊരു BMW കാർ വാങ്ങിത്തരും. ഇത് കേട്ടതോടെ അമേരിക്കയിൽ ജോലി കിട്ടിയ രണ്ടാമൻ BMW വേണ്ട, ഞാൻ നിനക്ക് ബെൻസ് കാർ തന്നെ വാങ്ങി നൽകാമെന്നും ഓഫർ വെച്ചു. പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ തങ്ങൾ ഓഫർ ചെയ്ത കാറിൻ്റെ മേന്മയെക്കുറിച്ചും മറ്റേ കാറിൻ്റെ കുറവുകളെക്കുറിച്ചും തർക്കമായി. ഇതിനിടയിൽ മൂന്നാമൻ്റെ ആത്മകഥമാണ് പ്രധാനം. ഇവന്മാർ പോയി രക്ഷപ്പെട്ടാലും സെക്കൻഡ് ഹാൻഡ് മാരുതി 800 പോലും വാങ്ങിത്തരില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട്. ഏറെക്കുറെ അതുപോലെയല്ലേ കേരളത്തിലെ ജനങ്ങൾ അതിവേഗ റെയിൽവേ പദ്ധതികളുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് കേൾക്കുന്നതെന്ന സംശയം ചിലർക്കെങ്കിലുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്നോണം ശ്രീധരൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽവേ പദ്ധതി പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാർ റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന RRTSഉം പ്രഖ്യാപിച്ചു. എല്ലാം ലക്ഷം കോടി ചെലവ് വരുന്ന വമ്പൻ പദ്ധതികളാണ്. ഇതിനു മുമ്പ് കേരളിനെ ചൊല്ലി ഏറെ വിവാദം പുകഞ്ഞതാണ്. അതിപ്പോൾ ഉപേക്ഷിച്ചു. ഇനി പുതിയ പദ്ധതികളിലാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് കണ്ടുള്ള പ്രഖ്യാപനമല്ലാതെ ഇതൊക്കെ നടക്കാനാണോ എന്ന സ്വാഭാവിക സംശയം ഏതു മലയാളിക്കുമുണ്ട്. ഈ വിഷയം തന്നെയാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായം പറയാം.